ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുഴ നോക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കുളിച്ചിട്ട് പുഴ നോക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും പുഴയിൽ പോയി കുളിക്കുന്നതാണെങ്കിൽ നീ പോയാൽ സാധാ വെള്ളത്തിലെത്തും. അപ്പോൾ ഇപ്പോഴത്തെ വെള്ളത്തിൽ അവളെ കാണാനേ ഉണ്ടാവില്ല. വെള്ളം നല്ല വന്നിട്ടുണ്ട്. പക്ഷെ മിനിയാന്ന് നല്ല ശനിയാഴ്ച നല്ല വെള്ളം കയറിയിട്ടുണ്ടായി. പക്ഷെ നമുക്ക് ആ സാഹചര്യത്തിൽ അന്ന് ബിസി ആയിരുന്നു. ശനി ഞായർ നമ്മൾ ബിസി ആയിരുന്നു, പോകാൻ പറ്റിയിട്ടാണ് നമുക്ക്. പക്ഷെ ഇന്ന് വെള്ളം അത്ര ഉണ്ടാവില്ല. എന്നാലും പുഴക്ക് പോയിട്ടെങ്കിൽ മോശമല്ലേ, അപ്പം നമുക്ക് പുഴക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിരുന്നു മഴ വരുന്ന സമയത്ത് വന്നു. പക്ഷേ ഈ വർഷം അത്ര മഴ വന്നില്ല. ആ മഴ വരുന്ന സമയത്താണെങ്കിൽ എന്തൊന്നും ഭയങ്കര എന്തെല്ലോ ആയി തിരക്കായിട്ട് ഒന്നും സെറ്റായിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുഴയിൽ വെച്ചിട്ട് കാണാം. സാധനം കഴിക്കട്ടാ. ഓക്കെ ബിരിയാണി അല്ല വെജ് ബിരിയാണി. വെജ് ബിരിയാണി കേട്ടോ. കഴിച്ചിട്ടില്ലേ? ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെ കേട്ടോ. ഓക്കെ, സൂപ്പറുള്ള സാധനം കേട്ടോ. ഇനിയിപ്പോൾ നമ്മ പകുതി ഷെയർ കഴിച്ചിട്ട് വേണം ഈ വീട്ടിലേക്ക് പാർസലാക്കാൻ. എന്നിട്ട് ഈ വീട്ടിൻ്റെ കയ്യിൽ മൊത്തം ഉള്ളതുണ്ടെന്ന് നമുക്ക് മേടിക്കണം. ഇത് പിള്ളേർ കഴിച്ചിട്ടാ, നമ്മളെ പോലത്തെ ഒരു വലിയവരാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ പുഴ പ്ലസ് ബിരിയാണി അല്ലെ, വെജ് ബിരിയാണി. ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം പുഴയില്ലെങ്കിലും എത്തുമ്പോൾ എപ്പോഴും ഇവിടെ വീഡിയോ എടുക്കും. നവി വീഡിയോ കാണുമ്പോൾ ഓർമ്മ വിട്ടിട്ട് ഗൈസ്. അങ്ങനെ നമ്മളെ പുഴയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു കണ്ട. പുഴയിൽ വെള്ളം ഇതൊന്നും അല്ല കേട്ടോ. വെള്ളം മിനിയാന്നതാ ഈടം വരെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഓണപ്പരിപാടിയെല്ലാം നടക്കുന്നത്. ഈട കാണുന്നില്ല, ഈടത്തം വരെ വെള്ളം മിനിയാന്നുണ്ടായിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ വെള്ളം പോയി. അതാ മിനിയാന്നേ വരണമായിരുന്നു, മിസ്സായി അത്. ആ ഒരു വെള്ളം ഇന്നലെ ഞായറാഴ്ച ഉണ്ടല്ലോ, മിനിയാന്ന് നമ്മൾ വരാൻ ഓൾറെഡി പ്ലാൻ ഇട്ടതായിരുന്നു ഞായറാഴ്ച. അപ്പോൾ വെള്ളം ഇറങ്ങി താഴോട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്തായാലും വേണ്ടല്ലോ. ഇനി ഇത്ര ദൂരത്ത് കണ്ട ഒഴുക്കെല്ലാം കാണണമെങ്കിൽ പാലത്തിലേക്ക് പോകണം കേട്ടോ. തൂക്കുപാലത്തിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ കടുമന ക്ഷേത്രം എന്ന് പറയുന്നില്ലേ, വനദുർഗ ക്ഷേത്രം എന്ന് പറയുന്നില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അതാണിത്. ഇവിടെല്ലാം ഞാൻ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിന്. ഇവിടെ ഞാൻ കാണിച്ചു തരാം, മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഈ വഴിയെല്ലാം പോകുമ്പോഴത്തേതാ ഈ വെള്ളം മുകളിലോട്ട് വരും കേട്ടോ. ഏകദേശം കല്ലെല്ലാം വെച്ചിട്ട് എല്ലാം പൊട്ടിട്ട് കാണുന്നില്ല. എടുത്തമ്മയുടെ വെള്ളം കയറിയിട്ടുണ്ടായി മിനിയാന്ന്. പക്ഷേ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ വർഷം അങ്ങനെ എല്ലാ വർഷവും കയറും കേട്ടോ വെള്ളം. എല്ലാ വർഷവും 2 വട്ടമെല്ലാം കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒറ്റ പ്രാവശ്യം കയറിയിട്ടു കാണുന്നില്ലേ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കൂ, വെള്ളം ഇടുന്ന അങ്ങോട്ടേക്കാണുള്ളത്. ഇപ്പോൾ ഞാനേ പഠിച്ചു. ശരിക്കും ഇതൊന്നും പുഴയല്ല കേട്ടോ. അപ്പുറത്തേക്കാണ് പുഴ ഒഴുകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അത് വെള്ളം കയറുന്നതാണ്. ഇതെല്ലാം കയറിയിട്ട് വെള്ളം ഇടെല്ലാം ഞാൻ വെള്ളം ഉണ്ടായിന്. പക്ഷെ അതെല്ലാം വീഡിയോയിൽ കാണാൻ നല്ല രസം ഉണ്ടാക്കിയിട്ടാ. പക്ഷെ എന്താ ചെയ്യാം, വന്നിട്ടാ. അവർ രണ്ടുപേരും തിന്നുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് വ്യൂ എടുക്കണം, ഫോട്ടോ എടുക്കണം. നോക്കി ആലോചിച്ചേക്കണം. അവിടെ മൊത്തം വെള്ളവും അടിപൊളിയാണ്. ഞാൻ പാലത്തിലേക്ക് പോകുന്നുണ്ട്, തൂക്കുപാലത്തിലേക്ക് പോകുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. നമ്മൾ നടന്ന് തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് മൊത്തം യൂട്ടിനെ തട്ടിയതോളാട്ടാ, ഞാൻ എടുത്തിട്ടില്ല. സ്ട്രോങ് ഗേൾ ഗായ്സ്. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ കാണണം. ഇതിൽ അപ്പുറത്ത് എത്ര ആൾക്കാരുണ്ടറിയോ. അവർക്ക് സാധനങ്ങളെല്ലാം എത്തിക്കണമെങ്കിൽ ഈ തൂക്കുപാലം കടന്നിട്ട് തന്നെ പോകണം കേട്ടോ. വണ്ടിയൊന്നും വരുന്നില്ല. ഇത് മറ്റേ ബ്രിഡ്ജാണ്, ഹാങ്ങിങ് ബ്രിഡ്ജാണ്. എന്നാലും ഈ ചോക്കിയ ഗ്യാസ് എല്ലാം കൊണ്ടുപോകണമെങ്കിൽ ഇതേ വഴിയിൽ ആടം വരെ വണ്ടി വരും. അതിപ്പോൾ കാണാനൊന്നും വയ്യ. ആടുന്ന് അവർ മൊത്തം ചുമന്നിട്ടാണ് പോകുന്നത് കണ്ടോ. പക്ഷേ വ്യൂ നല്ല രസമാണ്, അടിപൊളിയാണ്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതെ, അതിപ്പോൾ നല്ലോണം ഞാൻ ചെരുപ്പൂരി തന്നെ എന്നൊക്കെ. അടിപൊളിയല്ലേ. ഇതാണ് നമ്മുടെ അടുക്കത്തൊട്ടി. മിനിയാന്നിനേക്കാളും വെള്ളം ഉണ്ടായിട്ടാ. ഞാനത് എടുത്തെടുത്ത് പറയും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വെള്ളം തന്നെ ഇത്രയുണ്ട്. അപ്പോൾ മിനിയാന്നത്തെ വെള്ളം എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം പാട്ട് പാടാം. മറ്റേ ഏത് പാട്ട്? ഓഹോ നരൻ ജന്മം
മരം വരുന്നുട്ടാ, നല്ല മരം. പിന്നെ തേങ്ങാൽ എത്ര വരുന്ന കാണുന്നത്, പക്ഷെ ഇപ്പോൾ വരില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മിനിഞ്ഞാന്ന് ഓൾറെഡി ഒരു വെള്ളം പോയതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ വന്നിട്ട് എന്ത് കാണാൻ, വേസ്റ്റ് എല്ലാം പോയിട്ടുണ്ടാവും. കുറേ വേസ്റ്റ് ഉണ്ടായി. നോക്കുക, ഈ മരത്തിൻ്റെ ഷേപ്പ് തന്നെ നോക്കി, ഇങ്ങോട്ടേക്ക് ചാഞ്ഞിന് വെള്ളം ഇതായിട്ട്. ഈ മരമെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും മിനിഞ്ഞാന്ന്. ഈ മരത്തിൻ്റെ ഇതാ വീഴ്ത്തം വരെ വെള്ളം ഉണ്ടാവും. ഇത് കവർ ചെയ്തിന് ഈ വെള്ളം മരം. പിന്നെ ഈ കുഞ്ഞു മരം കാണേയില്ല എന്തായാലും. തേങ്ങാലും പോകുന്നുണ്ട് കേട്ടോ. 2 തേങ്ങ കണ്ടു. ഈ തൂക്കുപാലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റായ നമുക്ക് പ്രതീക്ഷിക്കാം. സെറ്റാവണം, കാരണം അത്ര ബുദ്ധിമുട്ടാണ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക്. അപ്പുറത്താണ് അമ്പലം ഇല്ലത്, കടുപ്പന ശ്രീ വനദുർഗ ക്ഷേത്രം ഉള്ളത് അപ്പുറത്തേക്കാണ്. അതൊരു നല്ല വ്യൂ ആണ്. അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കെല്ലാം വെള്ളം കയറും. മഴക്കാലത്ത് കാണാൻ എന്തോ ഒരു ഭംഗി. എന്ത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നില്ലേ നിങ്ങൾ, ഇങ്ങനൊന്നും അല്ലാവാ, ശരിക്കും കാണണം. ഇങ്ങോട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറേനേക്കാളും നല്ല. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ നല്ല ഇതുണ്ടാവും. നമുക്കൊരു ഹായ് കൊടുക്കാത്തൊരു സങ്കടമുണ്ട്. ഇഷ്ടപ്പെട്ടോ നമ്മളെ നാട്? ചോദിക്കും. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടാ. ഇഷ്ടപ്പെട്ടോ ചോദിക്കും കുട്ടി. ഇഷ്ടപ്പെട്ടോ എന്ന്? ഇഷ്ടപ്പെട്ടോ? അങ്ങോട്ടൊക്കെ അങ്ങോട്ട് മൊത്തം തെങ്ങും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. അവർ രണ്ടുപേരും നടന്നിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് മലകളാണെങ്കിൽ അങ്ങോട്ട് ഇത് നല്ല രസമില്ലേ കാണാൻ. ഇങ്ങനെ ഈ വ്യൂ കാണാൻ നല്ല രസം കേട്ടോ. ഇത് അടിപൊളിയാണ്. കുപ്പിയെല്ലാം ഒഴുകുന്നത് വേണ്ട. പുഴയുടെ മധ്യഭാഗം കഴിഞ്ഞിട്ടുണ്ട്. മധ്യബിന്ദു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു കണ്ടോ. അങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വരുന്നില്ല. അതിനെന്തി പറഞ്ഞ തിരമാല പോലെ വരുന്ന സംഭവം കാണുന്നില്ലേ? കണ്ടോ ഈ വെള്ളമെല്ലാം വേനൽക്കാലത്ത് ഇവിടെ വെള്ളം അറിയില്ലേ. ഈ സെൻട്രൽ എന്ന് പറഞ്ഞത് നല്ല ആഴമുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈടല്ല ഈ വിട്ടിട്ട് പിറന്നാളിൻ്റെ ബർത്ത്ഡേ ഷൂട്ടെല്ലാം എടുത്തത് ആ സ്ഥലത്താണ്. അവിടെല്ലാം വെള്ളം അറിയാൻ പ്രശ്നമില്ല. ഒറ്റയ്ക്ക് ഞാനിതുവരെ ഓള് കാണിച്ചിട്ട് തേങ്ങ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് 4-ാമത്തെ തേങ്ങ എന്താ കാണുന്നത് കണ്ടോ. പിടിക്കാൻ നിൽക്കുന്ന തേങ്ങ നമ്മളെ ചെറിയ വെള്ളം വന്നെങ്കിലേ ഇടാ ഒഴുക്കില് നീ പെടും. അതാണ് അപ്പോൾ ഈ വലിയ വെള്ളം വരുമ്പോ നമ്മള് തേങ്ങ പിടിക്കാൻ നിൽക്കുന്നത്. ഭയങ്കര തന്നെയല്ലേ നമ്മളെ നാട് ഭയങ്കര തന്നെയല്ലേ. അതൊരു ബീച്ചിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. അവിടെ കാണുന്നുണ്ടോ? നിങ്ങളെ തന്നെ നിങ്ങളെ കാണുന്നുണ്ടോ അവിടെ? എന്താ നിങ്ങളുടെ പൂർവ്വജന്മം? നിങ്ങളുടെ അല്ലല്ല ധന്യന്റെ അറിയാം. ധന്യന്റെ പൂർവ്വജന്മം തുള്ളി തുള്ളി കുരങ്ങുണ്ട് കേട്ടാ, പക്ഷെ കാണുന്നില്ല. അത് അങ്ങോട്ട് പോയി. വീടുണ്ടായി. അപ്പത്തേക്ക് നമ്മ വേറെന്തോ ബിസിയിലായിരുന്നു. ബിസി മീൻസ് മിണ്ടുന്നില്ല, എന്തോ തിരക്കിലുണ്ടായിട്ടാ. പക്ഷെ വീടുണ്ടായി. അതാ അവിടെ കാണുന്നു. അതാ കാണുന്നുണ്ട്. കണ്ടോ കുരങ്ങുകൾ. അതെന്തി മങ്കി. വെള്ളം വന്നിന് പറഞ്ഞിട്ട് പുഴ നോക്കാൻ വന്നതായിരിക്കും മങ്കികൾ. അതിലൊരു ആ മരത്തിലൊരു കായ് പിടിക്കുന്നുണ്ട്. ആ കായ് തിന്നാൻ വരുന്നതായിരിക്കും. ഇത്തിക്ക് മിണ്ടിയിട്ട് ആയിട്ടോ. ഫ്രണ്ടിനോട് മിണ്ടുന്ന പോലെ മിണ്ടുന്നുണ്ട്. വിളിക്കുന്നുണ്ടോ അതിനെ? വിളിക്ക് ഇപ്പൊ വരും നിന്റെ അടുത്തേക്ക്. ബാ ധന്യയുടെ അടുത്തേക്ക് പോവാലോ. ഫ്രണ്ടല്ലേ ഇതെന്തി? അവള് ലാംഗ്വേജ് എല്ലാം ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കുരങ്ങിന്റെ. ഭയങ്കര ഇപ്പൊ മനസ്സിലായി ഫ്രണ്ട് എന്ന്. അങ്ങോട്ടുണ്ട്, നിങ്ങൾക്ക് കാണൂല കേട്ടോ, അപ്പുറത്തെ സൈഡ് അതിലത്. അങ്ങനെ നമ്മുടെ പുഴ കണ്ടു കഴിഞ്ഞു. നമ്മളെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇത്ര മാത്രമേ ഉണ്ടായിട്ടു. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ കാണും വരെ ചാച്ച.